നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വിയ്യാറയലിനെതിരെയുള്ള മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് പിന്നാലെയാണ് ബാഴ്സയുടെ പരിശീലകനായ ചാവി തൻ്റെ രാജ്യപ്രഖ്യാപനം നടത്തിയത്. അതായത് ഈ സീസണിന് ശേഷം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചാവി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. ടീമിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത്. മാത്രമല്ല വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ആരാധകരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ ചാവിക്ക് ലഭിക്കുന്നുമുണ്ട്. ഏതായാലും ഒരു പുതിയ പരിശീലകനെ ഇപ്പോൾ FC ബാഴ്സലോണയ്ക്ക് ആവശ്യമാണ്. നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള റൂമറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. റോബർട്ടോ ഡി സെർബിയുടെ പേര് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റണെയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത്. ലാപ്പോർട്ടയ്ക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഡി സെർബി. വളരെ അറ്റാക്കിംഗ് മൈൻഡുള്ള ഒരു പരിശീലകനാണ്. അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ ഒരു പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. നമുക്കറിയാം ബയേണിന് ഒരുപാട് കിരീടങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനാണ് ഹാൻസി ഫ്ലിക്ക്. പക്ഷേ ജർമ്മനിയുടെ ദേശീയ ടീമിൽ അത്ര തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം നിലവിൽ ഫ്രീ ഏജൻ്റാണ്. അദ്ദേഹത്തോടും വലിയൊരു താല്പര്യം ലാപ്പോർട്ടയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റാഫ മാർക്കസ് ഇപ്പോൾ യൂത്ത് ടീമിൻ്റെ പരിശീലകനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരു താൽക്കാലികമായി കൊണ്ടൊക്കെ ഈ സീസണിന് ശേഷം നിയമിച്ചേക്കാം എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. യുർഗൻ ക്ലോപ്പിൻ്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം ലിവർപൂൾ വിടുകയാണ്. ഈ സീസണിന് ശേഷം ലിവർപൂളിനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ക്ലോപ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഒരു ഇടവേള എടുക്കാൻ താൻ ആഗ്രഹിക്കുന്നു, താൻ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നത് ക്ലോപ്പ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം ക്ലോപ്പ് FC ബാഴ്സലോണയിൽ എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ആഴ്സണലിൻ്റെ പരിശീലകനായ ആർട്ടറ്റയുമായി ബന്ധപ്പെട്ട റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നുവെങ്കിലും ആ പരിശീലകൻ തന്നെ അത് നിരസിച്ചിരുന്നു. ആഴ്സണൽ വിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ തിയാഗോ മൊട്ടയുടെ ഒരു പേര് കൂടി ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ബാഴ്സലോണ അദ്ദേഹത്തെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതുതായിക്കൊണ്ട് തോമസ് ടുഷേലിൻ്റെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം നിലവിൽ ബയേണിനെയാണ് പരിശീലിപ്പിക്കുന്നത്. ഏതായാലും മികച്ച ഒരു പരിശീലകനെ കൊണ്ടുവന്ന് ടീമിനെ പടുത്തുയർത്താനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ FC ബാഴ്സലോണയുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.